നമസ്കാരം. അതുപോലെ ഇന്ന് മുതൽ i2i ന്യൂസ് ലൈവിൽ പ്രേക്ഷകർക്ക് ഞങ്ങളുമായി സംവേദിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. i2i ന്യൂസ് ലൈവ് നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ പറ്റുന്നതാണ്. ലൈവായി ഈ പ്രതികരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലൈവ് നടക്കുമ്പോൾ 9746114444 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്ന് ഈ തത്സമയ പ്രതികരണ പരിപാടിയിൽ എന്നോടൊപ്പം ചേരുന്നത് ശ്രീമതി ഉഷ അനിലാണ്. പുതുപ്പള്ളിയിൽ നിന്നും വിളിക്കുന്നു. ശ്രീമതി ഉഷ അനിലിന്റെ ആ കോൾ നമുക്ക് കേൾക്കാം. ഈ പൈശാചികമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? ഈ വി.ഡി. സതീശൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. പുള്ളി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞിട്ട് എന്തുമാത്രം മാറ്റമാണ് പുള്ളിക്ക് സംഭവിച്ചതെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മാറി, ഭാഷയുടെ വ്യത്യാസം വന്നു, പുള്ളിയുടെ കളർ വരെ മാറി, കോടികളുടെ ഒഴുക്ക് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നതാണ്. പിന്നെ രാഹുലിന്റെ കാര്യത്തില് ഒരു കാരണവശാലും ഇതൊന്നും ആരും വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിക്കുന്നതുമില്ല. രാഹുലിനെ വെച്ച് തകർക്കാനാണ്, അത് എല്ലാവർക്കും അറിയാമല്ലോ. രാഹുലിനെ വെച്ച് എല്ലാം തകർത്ത് കളയാൻ വേണ്ടിയാണ്. അമ്മ, ഇപ്പൊ ഇവർ പറയുന്നത് ഈ i2i ന്യൂസിലൂടെ പ്രതികരിക്കുന്നത് എന്തോ PR ഏജൻസിയിലെ സ്റ്റാഫുകളാണ്, തൊഴിലാളികളാണെന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇത്തരക്കാരോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയണമല്ലോ, ഇതിനൊരു ആൻസർ അവർക്ക് എന്തെങ്കിലും പറയണമല്ലോ. അതിനു വേണ്ടിയിട്ടാ മറ്റുള്ള കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഇന്ന് ജെന്യുവിനായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു ന്യൂസ് ചാനൽ, അതാണ് i2i ന്യൂസ്. സുനിൽ മാത്യുവിനെ വിശ്വാസമാണ്, വലിയ വിശ്വാസം. സത്യത്തിൽ എന്തോ ഒരു ആശ്വാസം അത് കേൾക്കുമ്പോ, സത്യമായിട്ടും അതെ, നമുക്കൊരു ആശ്വാസമാണ് സുനിൽ മാത്യു സംസാരിക്കുന്നതും ആ ജെന്യുവിനായിട്ട് കാര്യങ്ങൾ പറയുന്നതും. കേരളത്തെ വിടാതെ നിങ്ങൾ പിടിച്ചിരിക്കുന്നല്ലോ, അതിനെ നശിച്ചു പോകാതെ നിങ്ങൾ പിടിച്ചിരിക്കുന്നല്ലോ. അങ്ങനെ താങ്ക്സ് ഉണ്ട്, താങ്ക്സ്. അതുപോലെ ഇപ്പം ശ്രദ്ധിച്ചോ, അതായത് ഈ ഇടതുപക്ഷം ഈ വിഷയം പതുക്കെ വിട്ടുപിടിച്ചു, BJP ഈ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല. ഇപ്പോഴും വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ വിഷയത്തിൽ യാതൊരു കാരണവശാലും അദ്ദേഹത്തെ തിരികെ എടുക്കത്തില്ല, ഇദ്ദേഹത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പ്രത്യക്ഷത്തിൽ രാഹുലിനെയാണ് ഉന്നം വെക്കുന്നതെങ്കിലും ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി പിണറായി സർക്കാരിന് മൂന്നാം വട്ടം വരുവാനുള്ള ഒരു വഴിവെട്ടുന്ന പണിയല്ലേ ഇയാൾ ചെയ്യുന്നത്? അതെ, എന്തിനു വേണ്ടിയോ കോടികൾ കണ്ടുണ്ടോ? ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടിലുള്ളതാ, ഞാൻ വീടിനടുത്തുള്ളതാ. ഉമ്മൻചാണ്ടി സാറുണ്ടല്ലോ, നമുക്ക് ഒക്കെ ഹൃദയം പൊട്ടുന്ന ഒരു ഓർമ്മയാത്. സാറിനെ ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാനൊന്ന് പറയാം. നമ്മള് രാവിലെ കാണാൻ ഓടി ചെല്ലുമ്പോ ഉണ്ടല്ലോ, സാറ് ഇറങ്ങുമായിരിക്കും. അപ്പൊ നമ്മുടെ മുഖത്തെ ആ വെപ്രാളം കണ്ടോന്നുണ്ടല്ലോ, സാറ് പെട്ടെന്ന് വണ്ടി നിർത്തി ആ ചെവി നമ്മുടെ അടുക്കിലോട്ട് കൊണ്ടുവരും. സഹിക്കാൻ പറ്റത്തില്ല, അറിയോ നമുക്കത്. അത് എങ്ങനെയത് ഭയങ്കര ചാണ്ടിയുമ്പിനെ പിടിച്ചു ഭയങ്കരമായിട്ടൊന്ന് കരയണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അതാ പറഞ്ഞേ, അങ്ങനെയുള്ള നേതാക്കന്മാർ നയിച്ച ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് ഇതുപോലെ നാണം കെട്ടവന്മാർ ഈ പ്രസ്ഥാനത്തെ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്താൽ നോക്കാം, ഇത്രയും നാണം കെട്ടവന്മാരിരുന്ന് ഇതുപോലൊരു മഹത്തായ പ്രസ്ഥാനത്തെ ഇതേപോലുള്ള നേതാക്കന്മാർ തങ്ങളുടെ ജീവിതം അർപ്പിച്ച ആ ഉമ്മൻചാണ്ടിയെ പോലും വേട്ടയാടിയത് അന്ന് ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ നാണം കെട്ടവനല്ലേ? അതെ, സങ്കടമുണ്ട് കേട്ടോ, വലിയ സങ്കടമായി പോയി. ഒരു സ്ത്രീ അവര് പട്ട് സാരി ഉടുത്ത് അവരങ്ങ് നടക്കുക, കേരളത്തില് അങ്ങോളം ഇങ്ങോളം അവര് നടക്കുക. എന്ത് സാധിച്ചു അതിനകത്തു? അന്ന് സാധിച്ചു, ഇവന്റെ ആഗ്രഹം സാധിച്ചു. അന്ന് ഉമ്മൻചാണ്ടി വീണ്ടും തുടർഭരണം ഉണ്ടാകുവാനുള്ള ആ അവസ്ഥ ഇല്ലാതാക്കി ഇവൻ അതിന്റെ കോടികൾ കൈപ്പറ്റി. ഇവനിതാ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു. ഇന്നും ഇവൻ ഈ പാർട്ടിയെ വിറ്റ് തിന്നുന്നു. ഈ പാർട്ടിയെ അടങ്കൽ വിറ്റ് വീണ്ടും മൂന്നാമതും പിണറായിക്ക് വരാനുള്ള ഇത്രയും തരികടകൾ ചെയ്തിട്ടും എന്തുകൊണ്ടൊരു ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കണ്ണു തുറക്കുന്നില്ല, നേരം വിളിക്കുന്നില്ല?
എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അത് അങ്ങനെ ആകുന്നു? ഒരു നാട് എങ്ങനെ ഇങ്ങനെ മാറിപ്പോകുന്നു? നമ്മുടെ നാടിനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ട്? എന്തൊരു അരക്ഷിതാവസ്ഥയാ ഇവിടെ. നമുക്ക് മക്കളെ പുറത്തോട്ട് ഇറക്കാൻ പറ്റൂ? നമ്മൾ എന്ത് വിശ്വസിച്ചാ നമ്മൾ വീട്ടിലിരിക്കുന്നത്? അത് എല്ലാം പോട്ടെ, പോലീസുകാരെ എന്തുമാത്രം താറടിച്ച് നശിപ്പിച്ചു. അയാള് പോലീസ് മന്ത്രി എന്ന് പറയുന്നത് എന്ത് കാര്യത്തിന്? അല്ല, എന്തിന്റെ പോലീസ് മന്ത്രി? അയാൾക്ക് പോലീസുകാരോട് വെറുപ്പാ. കാരണം പണ്ട് അയാളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാ പോലീസ്. അതുകൊണ്ട് പോലീസിനെ അയാള് കൈക്കലാക്കിയതാ. എന്നിട്ട് അവരെ ഇട്ട് താറടിച്ച് നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയില്ലേ? ഇന്ന് കണ്ടോ മുഖ്യമന്ത്രിക്ക് പോകുന്നതിനേക്കാളും പോലീസ് അകമ്പടിയും എസ്കോർട്ട് വാഹനങ്ങളും ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇവനുണ്ട്. അന്നേരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് പുതിയ ഇന്നോവ കൊടുക്കുന്നു, പോലീസ് അകമ്പടി കൊടുക്കുന്നു, സുരക്ഷാ സേന കൊടുക്കുന്നു. എന്നിട്ട് ഈ ലോകം വർധനത്തിന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഈ സദ്യ ഭക്ഷിച്ചവൻ ഇന്ന് നാടകം കളിക്കുകയാണ് സഭയില്. ഞെട്ടിപ്പോയെന്ന്. സദ്യ വെട്ടി വിഴുങ്ങി ഇലയും നക്കിയിട്ട് വയറും വീർപ്പ് ചേമ്പക്കം വിട്ടുകൊണ്ടിരുന്ന അവനെന്ന് ഇന്ന് നിയമസഭയിൽ വന്ന് പറയുകയാണ്, എനിക്ക് എന്തോ ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടതെന്ന്. അതെ അതെ അതെ, ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ? പക്ഷേ ഉണ്ടല്ലോ, രാഹുലിനെ എന്തെങ്കിലും ചെയ്താല്, രാഹുലിനെ എന്തെങ്കിലും അതിന്റെ ഭാവിക്ക് ഒരു തടസ്സം ഇയാൾ നിന്നാലും ഉണ്ടല്ലോ, അതിന്റെ ഫലം ഇയാൾ അനുഭവിക്കും. നമുക്കെല്ലാവർക്കും കാണാമല്ലോ, നമുക്കെല്ലാവർക്കും കാണാതെ. എന്ത് തോന്നുന്നു ഇപ്പോൾ വീണ്ടും ഇയാൾ ഇതുപോലെ പിന്തുടർന്ന് ഇതുപോലെ അപവാദകഥകൾ പടച്ചുവിട്ട് ഈ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതിയാണ് എങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെയും പ്രതികരിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യും. കാരണം രാഹുലും കേരളത്തിൽ തിരിച്ചു വളർന്ന് അതിൻ്റെതായിട്ടുള്ള എല്ലാ അടിസ്ഥാന യോഗ്യതയും, ഒരു പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന യോഗ്യതയും ഉള്ള ഒരാളാ രാഹുൽ. അത് ചെറുപ്പത്തില് രാഹുലിനെ എങ്ങനെ ഇയാൾക്ക് തോപ്പിക്കാൻ പറ്റും? ഇയാള് രാഹുലിന്റെ തട്ട് കാണു തന്നെ ഇരിക്കും. ഇനി ആരും അതിന്റെ പുറകിൽ വന്നാലും അത് ഒരിക്കലും ഇയാൾ വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇയാൾക്ക് പാലക്കാട് MLA നിയമസഭ വേണ്ടെന്ന് പറയാൻ ഇയാളാരാ? പാലക്കാട് ജനങ്ങളല്ലേ അത് തീരുമാനിക്കേണ്ടത്. എന്തുവാ കാണിക്കുന്നത്? ഇയാള് കേരളത്തിന് മനുഷ്യർക്ക് ബോധമില്ലേ? പൊതുജനം കഴുതയാന്ന് പറയുന്ന പണ്ടാ, ഇപ്പം കഴുതയൊന്നുമല്ല. എല്ലാരും കണ്ട് എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ച് മിണ്ടാതിരിക്കുക. ആ പിശാച് ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. എല്ലാരും പ്രാർത്ഥനയോടെ സത്യത്തിൽ എല്ലാരും ഇരിക്കുന്നത്. വളരെ സഖി കിട്ടുമെന്ന് വെച്ചാല് മക്കളെ നമുക്ക് പുറത്തിറക്കാം. എന്റെ മക്കളെ രണ്ടുപേരും ബാംഗ്ലൂരിലാന്നുള്ള ഒറ്റ ആശ്വാസം എനിക്കുള്ളത്. എനിക്കതാ എന്റെ സമാധാനം. കാരണം ഈ നാട്ടില് ആരെയും വിശ്വസിക്കും? നമ്മളെ വിശ്വസിച്ച് വീട്ടിലൊരാൾ വരാൻ വയ്യ, നമുക്ക് പുറത്തിറങ്ങിയ ഒരാളിനോട് മിണ്ടാൻ വയ്യ, നമുക്ക് ഒന്നും ആരോടും സംസാരിക്കാൻ വയ്യ, നമുക്കൊരു നാഥനില്ല, നമുക്ക് ആരോടും ഒന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക് എന്നാലുണ്ടല്ലോ, അയ്യോ എനിക്ക് ഒരിക്കലും സാറ് 2 കൈയും പൊക്കിയാ നിൽക്കുന്നത് വെളുപ്പിനെ 6 മണിക്ക്. അറിയാമോ, നമ്മൾ അവിടെ ചെല്ലുമ്പോ സാറേ, കാരണം സാറിന്റെ ഈ താടിയുടെ അടുക്ക വരെ ആൾക്കാർ നിൽക്കുക. 2 പേപ്പർ കാണും 2 കൈയിലും. അതിങ്ങനെ പൊക്കിപ്പിടിച്ച് സാറ് നിൽക്കുന്നത്. അപ്പം എന്ത് സാർ കൈ താത്തിരാന്നില്ല, അതും അടുത്ത ആൾക്കാർ നിൽക്കുക. അതിലിപ്പോ കാണിക്കുന്ന അയാള് മുഖ്യമന്ത്രി ആയിട്ട് അയാൾ എന്തുവാ കാണിക്കുന്നത്? നമ്മൾ എങ്ങനെ ഈ നാടിനെ എങ്ങനെ രക്ഷപ്പെടും? വലിയ ആഗ്രഹമുണ്ട് അത് കാണാൻ. ആ ഉമ്മൻചാണ്ടി സാറിന്റെ എനർജി കണ്ടിരിക്കുന്നത് രാഹുൽ ഷാഫി ശരിയാ. പക്ഷെ രാഹുലാണ് അതിന് ഉപ്പമനായ ഒരാള്. രാഹുൽ വന്നേ പറ്റത്തുള്ളൂ സുനിലെ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യണം. അതുപോലെ ഈ വി ഡി സതീശനെയും അതുപോലെ പുതിയ KPCC പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ സണ്ണിയെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്നത് ആത്മഹത്യാപരമല്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു വില ഇവിടുത്തെ കേരളത്തിലുള്ള, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, കേരളത്തിലുള്ള ജനങ്ങൾ ഈ 2 പേർക്ക് എന്തെങ്കിലും ഒരു വില നൽകുന്നുണ്ടോ? എന്ത് വിലയുണ്ട്? അവർക്ക് തന്നെ അറിയാം അവർക്ക് ഒരു വിലയും ഇല്ലെന്ന്. അവർക്ക് തന്നെ അറിയാം. അവര് ഡബിൾ പ്ലേ കളിക്കുമല്ലേ. അവര് പുറകില് വേറെ ഭയങ്കര ബിസിനസ് നടക്കുമല്ലേ. അവരിപ്പുറത്ത് ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് നമ്മളെ കാണിക്കുക. അയാള് ദുബായിൽ പോകുന്ന കണ്ടില്ലേ?
അയാൾ ദുബായിൽ പോകുന്നത് അയാൾ വലിയ കാശ് സമ്പാദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ മുഖഭാവവും ഒക്കെ കണ്ടാൽ നമുക്കതൊക്കെ അറിയാം. പൊതുജനം കഴിവൊന്നും അല്ല. പൊതുജനം ഉണ്ടല്ലോ, എല്ലാം അറിഞ്ഞു നോക്കിയിരിക്കുന്ന ആൾക്കാരാ പൊതുജനം. അല്ലാതെ ഇയാൾ നമ്മുടെ പിണറായി വിജയൻ കിടന്ന് കാണിക്കുന്നത് ആത്മവിദ്യാപരം. അല്ലാതെ നമുക്ക് അതിലപ്പുറം വേറൊരു വേട് നമുക്ക് എന്ത് പറയാനാ? എങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യും? അതുപോലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇന്ന് 5 മണിക്ക് നമ്മുടെ പഴയ AK ആന്റണി, ഷെഡിൽ കയറി AK ആന്റണി ഇന്ന് ന്യായീകരിക്കുവാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് അറിയുന്നു. എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ന്യായീകരിക്കാനോ? എന്തോ? അയ്യോ, ന്യായീകരിക്കാനോ? ന്യായീകരിക്കാനാവണം. എന്തിനാണെന്നറിയില്ല. ഇദ്ദേഹം ഇപ്പോൾ ഒരു പത്രസമ്മേളനം ഇന്ന് വിളിച്ചിട്ടുണ്ട്. ആണോ? അയ്യോ, ഇനി അവരോട് മാറാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. ഇയാൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ VD സതീശൻ ഭയങ്കര കള്ളനാണെന്നും പുള്ളി എല്ലാം കൊണ്ടും കേരളത്തിനെ നശിപ്പിക്കാൻ ക്യാൻസർ പോലെ കാർന്ന് തിന്നോണ്ടിരിക്കുവാണെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അതെല്ലാവർക്കും ഈ പറവൂരുകാര് പറയുന്ന കമന്റ്സ് ഉണ്ട്. അവര് പറയുന്നത് ഇനിയിപ്പോ ഒന്ന് നിന്നത് ജയിച്ച് കാണിച്ചു തരാവോന്നാ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഒന്ന് നിന്ന് ജയിക്കേ, ഞങ്ങൾ കാണട്ടെ എന്നാ അവര് കമന്റ്സിൽ എഴുതുന്നത്. അപ്പൊ ഉണ്ടല്ലോ അത് ഇനി രക്ഷയില്ല. അതുപോലെ നിയമസഭയിൽ രാഹുൽ വരരുത്, രാഹുൽ വരാതിരുന്നാൽ നിയമസഭയിൽ ഞാൻ തകർക്കും, അങ്ങ് മറിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിൽ ഈ കഴിഞ്ഞ 2 ദിവസമായി 2 ദിവസം ഈ പ്രതിപക്ഷത്തിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്തോ ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ആ ഒരു സഭയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചോ? അല്ലെങ്കിൽ തന്നെ VD സതീശൻ എന്ത് ഇമ്പാക്റ്റാ കേരളത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്? അയാൾ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അയാള് പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് തിളയ്ക്കുമ്പം ഇയാള് മിണ്ടാതെ നിൽക്കുന്നത്. മിണ്ടാതെ എന്തിനയാൾ അങ്ങനെ അമേദ്യം കഴിക്കുന്ന കണക്ക് അങ്ങനെ നിൽക്കുന്നു? എന്തിനയാൾ സമ്പാദിക്കുന്നു? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പം ഞങ്ങൾ ചിരിക്കുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് വന്നിട്ട് കൊച്ചുങ്ങൾ കരയുന്ന പോലെയാ പിണറായിയോട് ആൻസർ പറയുന്നത്. ഓരോന്ന് ചോദ്യം ചോദിക്കുന്നതൊക്കെ കൊച്ചു പിള്ളേർ കരയത്തില്ലേ? അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇയാൾ നശിപ്പിക്കുന്ന എപ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. രണ്ടാമതും അയാള് തന്നെ വന്നു. ആണ്ടായിരുന്നല്ലോ നല്ലതായിട്ട്. എന്തൊരു ദുഃഖകരമായ ഒരു സംഗതിയാ ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്നത്. പറ്റത്തില്ല സുനിലെ, നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാ ജനങ്ങളും കൂടെ ഉണ്ടെന്ന് ഇപ്പൊ സുനിലിന് മനസ്സിലായില്ലേ? നമുക്ക് എങ്ങനെങ്കിലും ഈ കേരളത്തിനെ തിരിച്ചു പിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും ചെയ്യേ. ഈ പിശാചുക്കളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിക്കേ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ എന്താ പറഞ്ഞ ഈ ഫോണിൻ കോൾ അവസാനിപ്പിക്കാൻ സമയമായി. ഒന്ന് ആന്റി, ഇപ്പം ഉഷാനിൽ അല്ലെ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ? ഞാൻ വീട്ടമ്മയാ. ഞാനൊരു ടീച്ചറായിരുന്നു. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഹസ്ബൻഡ് പോലീസ് ഓഫീസർ ആയിരുന്നു, മരിച്ചുപോയി. പിന്നെ എന്റെ കുടുംബം മൊത്തം പോലീസിലുള്ള ആൾക്കാരാണ്. അത് വളരെ സന്തോഷമായിട്ട് നമ്മൾ കോട്ടയത്ത് ജീവിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിന്. അതുപോലെ കോൺഗ്രസ് അനുഭാവിയാണോ? അയ്യോ, ഞങ്ങള് കോൺഗ്രസിനെ കുറിച്ച് ഞങ്ങളതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ നാട്ടുകാർക്ക് അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ കോൺഗ്രസുകാർക്കൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഉമ്മൻചാണ്ടി സാറ് അവരുടെ കുടുംബത്തിനെ ഒക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ പള്ളിയിലൊക്കെ പോയി, ഞങ്ങള് ഹിന്ദുക്കളാണെങ്കിൽ തന്നെയും പള്ളിയിലൊക്കെ പോയി സാറിന്റെ അടുത്ത് ചെന്നിരിക്കും കുറച്ചു നേരം. അത് അങ്ങനെ അതുകൊണ്ടാണ് ഇഷ്ടമാ. ഓക്കെ ആന്റി, അന്നേരം വിളിച്ചതിന് വളരെ സന്തോഷം. നമ്മളുടെ പ്രതികരണ പരിപാടികൾ ഇപ്പം ലൈവിലേക്ക് നമ്മുടെ പ്രതികരണ പരിപാടിയിലേക്ക് വിളിക്കുവാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് 9746114444 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതുപോലെ i2i ന്യൂസിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലൈവിന്റെ ലിങ്കിനോടടുത്ത് തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് i2i ന്യൂസിൻ്റെ ആ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ ഭാഗമാകുന്നതാണ്. i2i ന്യൂസ് ഇറക്കുന്ന ഓരോ വീഡിയോസും അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ അംഗമായാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ i2i ന്യൂസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ മാനിക്കുന്നുവെങ്കിൽ, ഈ വാർത്തകൾ സത്യസന്ധമായി വിഷം പുരട്ടാത്ത ഞങ്ങൾ ഇറക്കുന്ന ഈ വാർത്തകൾ
ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ദയവായി ചെയ്യേണ്ടുന്നത് i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പരമാവധി ഞങ്ങൾ അയക്കുന്ന ഈ വാർത്ത ഇവിടെയുള്ള മറ്റു മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ നൽകില്ല. സത്യസന്ധമായ വാർത്ത കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പരമാവധി ആളുകൾക്ക് ഞങ്ങളുടെ വാർത്തയുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാറേ, വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. നമ്മളുടെ ആദ്യത്തെ കടമ്പ നമ്മൾ പിന്നിട്ടു. ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു സാറേ. നമ്മളിതെല്ലാം കണ്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കുറെ നമ്മളുടെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഇപ്പൊ കേട്ടു. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയതിനെ കുറിച്ച് സന്തോഷം കൊണ്ട് അവരുടെ വാക്കുകളിൽ കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ രാഹുലിന് പോലും ആർക്കും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ ഇത്രമാത്രം എങ്ങനെ ഒത്തുകൂടി അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും അതെല്ലാം ഇപ്പൊ ഈ നിമിഷത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോ കേട്ടത് ഒരു 87 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ കരയുകയാണോ ചിരിക്കുകയാണോ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേരള നിയമസഭയിൽ എത്തിയെന്ന വിവരമറിഞ്ഞ് ആ അപ്പൂപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ കരുതി വെച്ചിരുന്ന ചില്ലി പൈസകളെല്ലാം എന്റെ മോന് വേണ്ടി ഞാൻ നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അവൻ നിയമസഭയിൽ എത്തണമേ എന്ന്. ആ എത്തിയ സന്തോഷം, ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ പച്ചയായി വ്യക്തമായി കൃത്യമായി ബോധ്യപ്പെടുന്ന വിധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ച് ജനവികാരം വ്യക്തമാക്കി ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഇവിടുത്തെ മുഖ്യധാര ഈ മാധ്യമ പ്രവർത്തകരാരും രംഗത്തില്ല. ഇവരുടെ പണി എന്താണെന്നറിയാമോ? ഈ കരിമണൽ കർത്തായുടെ മാസപ്പടി ലിസ്റ്റിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പത്രമാധ്യമ പ്രവർത്തകരും പത്ര കമ്പനിക്കാരും മാസപ്പടി വർഷങ്ങളായി കോടികൾ ഇതേപോലെ സമ്പന്ന വർഗത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഇവരൊക്കെ തിന്നു സുഖിച്ചു അങ്ങനെ വിളയാടുന്ന ഒരു വിഭാഗമാണ് മുഖ്യധാര രാഷ്ട്രീയ ഈ മാധ്യമ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും. അപ്പോ സമ്പന്ന വർഗത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന മുഖ്യധാര ഈ മാധ്യമ പ്രവർത്തകര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അവയ്ക്കാതി പറഞ്ഞുണ്ടാക്കിയ സകലതിനെയും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ പത്രങ്ങളോ ഇവരുടെ ചാനലുകളോ നമ്മളുടെ പാവപ്പെട്ട ജനങ്ങൾ ഒരു കാരണവശാലും ഉൾക്കൊള്ളരുത്. വ്യാജമായ വാർത്തകൾ നാട്ടിൽ പരത്തി ഈ നാടിനെയും 3.5 കോടി ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ പത്രപ്രവർത്തകരും പത്ര കമ്പനിക്കാരും പത്ര മുതലാളിമാരുമാണ് ഇവിടെ ഈ സർവനാശത്തിനും ഈ രാഷ്ട്രീയ ക്രൂര മൃഗങ്ങൾക്ക് കൂട്ടുനിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പച്ചയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ സാറേ, അടുത്ത നമ്മുടെ ഉദ്യമം ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലതുപോലെ മനസ്സിൽ കുറിച്ചിട്ടോ. അതായത് ഇവിടെ നടന്നതും ഇവര് നടത്താൻ ഉദ്ദേശിച്ചതും ഇപ്പൊ പൊളിഞ്ഞു പാളീഷായി രംഗത്ത് നമുക്ക് ബോധ്യപ്പെടുന്നതുമായ പച്ചയായ സത്യം. അടുത്ത കാലത്ത് തൃക്കാർക്കരയിലും ചേലക്കരയിലും പാലക്കാട്ടും നിലമ്പൂരും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCCയുടെ തലപ്പത്ത് ഇന്ന് നിലനിൽക്കുന്ന കടക്കിഴവന്മാർ ഈ നാലിടത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ യുവാക്കൾ യുവതലമുറകൾ രാഹുൽ മാങ്കൂട്ടം മുതൽ ഷാഫി പറമ്പി മുതലുള്ള സകല യുവാക്കളുടെയും ഒരു മുന്നേറ്റം ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം കോൺഗ്രസിൽ യുവതലമുറയിൽ കണ്ട, കോൺഗ്രസിനെ ഈ കണ്ട കാലമിത്രയും നശിപ്പിച്ച് തിന്നുമുടിപ്പിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും മാത്രമല്ല, വീണ്ടും
കേരളത്തിൽ UDF അധികാരം കിട്ടും. അങ്ങനെ അധികാരം കിട്ടിയാൽ ഈ കടക്കടവന്മാർ, കോൺഗ്രസിനെ നശിപ്പിച്ച ഈ കള്ളന്മാർ, ഈ മുതുകളവന്മാർക്ക് ഈ യുവതലമുറ വളർന്നു വന്നാൽ അധികാരം കിട്ടത്തില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പുതിയതായി വളർന്നു വന്ന യുവാക്കളെ ഒന്നടങ്കം സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാലേ അധികാരം കിട്ടുമ്പോൾ ഇവനൊക്കെ വീണ്ടും മന്ത്രിസ്ഥാനവും അധികാരം കിട്ടൂ എന്ന് മനസ്സിലാക്കി ഈ യുവാക്കളെ, ആണും പെണ്ണുമായ കോൺഗ്രസിലെ യുവാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പോ ഇപ്പോഴും ഈ കഴവന്മാർക്ക് അധികാരം കിട്ടാൻ വേണ്ടി യുവാക്കളെ ഇല്ലായ്മ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കണ്ടതാണ്. അതാണ് ഇവിടെ നടന്നത്. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതിൽ ഈ പറയുന്ന KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും തുടങ്ങിയ PJ കുര്യൻ അങ്ങനെ തുടങ്ങിയ ഇവരൊക്കെയാണ് ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും പല മുതിർന്നവന്മാർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി യുവാക്കളെ ഒതുക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ നാട്ടിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഉമ്മൻചാണ്ടിയെ തീർത്തവർ VM സുധീരൻ, TN പ്രതാപൻ, VD സതീശൻ, ഈ തുടങ്ങിയ ഹരിത നേതാക്കന്മാരും ഇനി കേരളത്തിൽ ഇടം പിടിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്. ഹരിത നേതാക്കന്മാർ, ഹരിത MLA മാർ, ഉമ്മൻചാണ്ടിയെ തീർത്തവർ VD സതീശനും TN പ്രതാപനും VM സുധീരനും തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ തീർത്തു പിണറായി വിജയന് കളമൊരുക്കി. വീണ്ടും ഇവനൊക്കെ എവന്റെയൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി യുവാക്കൾക്ക് കേരളത്തിൽ കോൺഗ്രസിൽ ഇടം കൊടുക്കാതെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് അതിശക്തമായി അവര് നിലകൊള്ളുമെന്ന് കണ്ട് അപ്പോ അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് കണക്കുകൂട്ടി ഇവന്മാർ തന്നെ കോൺഗ്രസിനെ നശിപ്പിച്ച, ഉമ്മൻചാണ്ടിയുടെ തുടർഭരണത്തെ ഇല്ലാതാക്കിയ VM സുധീരന്റെയും ഹരിത MLA മാരുടെയും ഒരുത്തന്റെ ആവശ്യം കേരളത്തിൽ കോൺഗ്രസിന് ഇനി ആവശ്യമില്ലെന്നുള്ള മെസ്സേജാണ് ഇന്ന് കേരള ജനത രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയതിലൂടെ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിലകൊണ്ടവന്മാർ കോൺഗ്രസിനെ നശിപ്പിച്ചു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഈ പിണറായി വിജയന്റെ ഭരണത്തിന് കൊണ്ടുചെന്ന് കുരുതി കൊടുത്തത് നമ്മൾക്ക് കൃത്യമായി അറിയാം. ഉമ്മൻചാണ്ടി ആരൊക്കെ ദ്രോഹിച്ചോ, ഉമ്മൻചാണ്ടി ആരൊക്കെയാണ് തുടർഭരണത്തിൽ നിന്നോ അകറ്റി നിർത്തിയത്, അവർക്കൊന്നും പഴയ ആ ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ VM സുധീരനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഏത് തരം ഉമ്മൻചാണ്ടിയെ വേട്ടയാടി VM സുധീരൻ എന്ന പച്ചയായ സത്യമാണ്. ഈ പറയുന്ന VD സതീശൻ എങ്ങനെ വേട്ടയാടി ഹരിത MLA മാര് തുടങ്ങിയ കുറെ എണ്ണം, ആ കുറെ കോൺഗ്രസിന്റെ മുന്നിൽ നിന്നിട്ടുള്ളവന്മാര് ഇനി ഉമ്മൻചാണ്ടിയെ തുടർഭരണത്തിൽ നിന്നും അകറ്റിയവന്മാര് ഇനി കേരളത്തിൽ എവിടെ നിന്നാലും അവനെയൊക്കെ ജനം ഒരു കാരണവശാലും നിലം തൊടിയിക്കാതെ തോൽപ്പിക്കുന്നതിനുള്ള ദൗത്യം I2I ചാനൽ സുനിൽ സാർ ഏറ്റെടുക്കണം. ജനലക്ഷങ്ങൾ, ജനകോടികൾ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതിക്കും അതീതമായി ഈ നാടിനെ രക്ഷപ്പെടുത്താൻ നിലകൊള്ളുന്നതിന് വേണ്ടുന്ന നേതൃത്വം ഈ ചാനലിലൂടെ സുനിൽ സാർ ഏറ്റെടുക്കണം. അതുകൊണ്ട് യുവാക്കളെ ഒഴിവാക്കാൻ വേണ്ടി ഇവന്മാർ കടക്കിഴവന്മാർ നടത്തിയ ഒരു പരമചറ്റത്തരമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാണ് സുനിൽ സാറേ സത്യം. ശരി, വളരെയധികം സന്തോഷമുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുന്നതാണ് നമ്മൾക്ക് കാണാൻ നമ്മൾ കാത്തിരിക്കുന്നത്. നന്ദിയുണ്ട് സാറേ, ബിഗ് സല്യൂട്ട്. നമ്മുടെ ആദ്യ ദൗത്യം പൂർത്തീകരിച്ചു. അടുത്ത പ്രയാണം നമ്മൾ തുടരുക. ഒരു കാരണവശാലും ഇവന്മാരാരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് പോലും ആവശ്യപ്പെടുന്ന
മത്സരിക്കാൻ സാധ്യത വേണം, അവസരം വേണമെന്ന് പറയാൻ പോലും മുന്നോട്ട് വരാത്ത വിധം ഇവന്മാരെ സമൂഹത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇല്ലായ്മ ചെയ്തേ പറ്റൂ. അതിനായുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. എന്തായാലും വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് തന്നെ ഞങ്ങൾക്ക് വേണം. അത് അവനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് സതീശനാണ്. സതീശന്റെ കൂടെ അവൾ കേക്ക് കുടിച്ചോണ്ടിരുന്ന അവള് സതീശനായിട്ട് സതീശന്റെ പേർക്കല്ലേ ആയിരുന്നു ഇത് കേസ് കൊടുക്കേണ്ടത്. എന്തിനാ ഈ പാവം ചക്കന്റെ പേർക്ക് കൊടുത്തത്? അവനെ ഒരിക്കലും പാലക്കാട് നിന്ന് വിടാൻ പറ്റില്ല. സതീശനെ വിളിച്ചുകൂടെ? അവരിഞ്ഞി മതി, കുറെ കാലമായി പെയിന്റ് ചെയ്തും വാഷ് ചെയ്തും ഒക്കെ ഇട്ട് വെളുപ്പിച്ചുകൊണ്ട് നടക്കണത്. ഇനി വേണ്ട, വെക്കണ്ട. ഇനി ഇപ്പത്തെ പുലിക്കുട്ടികൾ ഇറങ്ങട്ടെ, അവര് ഭരിക്കട്ടെ കേരളം, എന്നാലേ ശരിയാവുള്ളൂ. ഇവരെ ഈ തെണ്ടിത്തരം കൊണ്ടിരുന്നിട്ട് അവര് എന്ത് കണ്ടാലും എന്ത് പ്രതികരിക്കൂല, ഒന്നുമില്ലാണ്ട് അവര് വലിയ പോളിഷ് ചെയ്തുകൊണ്ട് നടക്കണത് മഞ്ഞ് വേണ്ട. എന്നിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ ഇറക്കി ഈ ചെറുപ്പക്കാരെ വേണ്ടാത്ത അനാവശ്യം വിളിച്ച് പറയുക. ഞങ്ങളും മാതാപിതാക്കളും അമ്മമാരാണ്, ഞങ്ങൾക്കും ഉണ്ട് ഇങ്ങനെയൊക്കെ. ഞങ്ങളിത് കേൾക്കണം, കാണുന്നുണ്ട്. ആ കുട്ടീനെ കൊണ്ട് ഒരു കുറ്റം പറയാൻ ആരും പറ്റില്ല. അവനെ ഒരിക്കലും പിരിച്ചുവിടാൻ പാടില്ല. സുനിൽ മാത്യു സാർ, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. പിന്നെ ആദ്യം പറയട്ടെ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇരട്ടച്ചങ്ക എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് 3 ചങ്കുണ്ട്. കാരണം നിങ്ങൾ ഒരാൾ മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇതുപോലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി നാട്ടിലെ ജനങ്ങളോട് ഇതെല്ലാം തുറന്നു പറയുന്നത്. മറ്റുള്ളൊരു മുട്ടയൊക്കെ മാധ്യമപ്രവർത്തനമെന്ന് പറഞ്ഞതൊക്കെ അവൻ പിണറായിയുടെ കാശ് മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏതായാലും ഞാൻ ഇന്ന് രാവിലെ നോക്കുമായിരുന്നു. രാവിലെ രാഹുല് നിയമസഭയിൽ പോയി, അന്തസ്സായിട്ട് പോയി, ആണായിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. 35 വയസ്സിൽ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ വരുന്നത്, അത് നമ്മുടെ പഴയ മുതുക്കന്മാർ രാഷ്ട്രീയക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിണറായിയുടെ കാശ് വേണ്ടിച്ചാണ് രാഹുലിനെ ഇങ്ങനെ ആക്കി, സ്വന്തം പാർട്ടിക്കാർ തന്നെ. ഏതായാലും രാഹുൽ സഭയിൽ പോയത് നല്ല കാര്യമാണ്. അത് നിങ്ങൾ സുനിൽ മാത്യു സാറിൻ്റെ ആ ഒരൊറ്റ പ്രവർത്തനം, അതായത് ആൾക്കാരെ എല്ലാം പറഞ്ഞ് അവരുടെ എല്ലാം സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഇന്ന് ധൈര്യമായിട്ട് അവിടെ പോയത്. ഞങ്ങൾ മുഖാന്തരം, താങ്കളുടെ ചാനൽ മുഖാന്തരം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ പ്രാർത്ഥന അതാണല്ലോ. മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കൂട്ടത്തോടെ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം. നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇൻഗുലാബ് സിന്ദാബാദും ഒക്കെ നമ്മൾ കാണാപ്പാടാം. പക്ഷെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അമ്മമാരുടെ. ഒരു പക്ഷേ എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ പണ്ട് വീട്ടിൽ TV ഉള്ള കാരണം എനിക്ക് ഓർമ്മ ഉണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MGR അന്ന് 3 മണിക്കൂറോ മറ്റാണ് നമുക്ക് ദൂരദർശൻ. ഇത്തരം ഈ അഴുക്ക് ചാനലും TV-യും മരമുറിയും ഒന്നും ഇല്ലാത്ത കാലഘട്ടമല്ല. കരുണാകരന്റെ സമയത്ത് ഒരു 3 മണിക്കൂർ ദൂരദർശന്റെ തിരുവനന്തപുരം നിലയം വന്നതിന് ശേഷമാണ് നമുക്ക് TV കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പ് മദ്രാസിൽ നിന്ന് ചെറിയൊരു സിഗ്നൽ മാത്രമാണ് കിട്ടുന്നത്. ആ സമയത്ത് ഈ MGR വൃക്കരോഗമായിട്ട് ചികിത്സ വന്നപ്പോൾ മറീന ബീച്ചിൽ നടന്ന ഒരു പൊതുസമ്മേളനം പ്രാർത്ഥന ഉണ്ടായി. അതിലാണ് ഈ അമ്മമാര് കരയണത് കണ്ടത്. രാഷ്ട്രീയം മറന്നുള്ള കരച്ചിലായിരുന്നു. അതിനേക്കാൾ ഭയങ്കരമായി. ഇത് പ്രതീക്ഷിച്ചില്ല, സതീശനും പ്രതീക്ഷിച്ചില്ല, ഈ പത്രക്കാരും പ്രതീക്ഷിച്ചില്ല, ഈ പിണറായി വിജയനും പ്രതീക്ഷിച്ചില്ല. പിണറായി വിജയന് ഒരു പക്ഷേ ഈ റിയാസിനെ കണ്ടെത്തുന്നതിന്റെ മുന്നേ ഈ ചെക്കനെ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ആ വീണനെ പിടിച്ചിട്ട് ഈ പയ്യനെ കെട്ടിച്ചു കൊടുത്തത് സംബന്ധിച്ചിട്ട് പിൻഗാമികൾ വേണമെന്നുള്ളതാണ്. കാരണം നിലനിർത്തല്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിട്ട് ഇപ്പോ പ്രായമായി, പക്ഷെ ഇവനെ വെറുതെ വിടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടും. നല്ല കാര്യമായി. റോട്ടിൽ കിട്ടുന്ന പോലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ കിട്ടിയാൽ. ഒരു മാവോ നമ്പർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പർ ഫോണിൽ നിന്ന് കിട്ടി, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പറഞ്ഞിട്ട് പിടിച്ചിടാൻ എന്താ ബുദ്ധിമുട്ട്? ജയിലിലിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ അറിയോ സുനിൽ സാറിന്? ജയിലിലിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ CPM-ന്റെ കുറ്റവാളികളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താൽ എന്തുണ്ടാവുമെന്ന് അറിയോ? ഇതിനു വേണ്ടിയല്ല ഇവനെ ചെയ്ത ഈ സതീശൻ. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഈ ദേഷ്യം അറപ്പും ആ മനുഷ്യനോട്. രാഷ്ട്രീയം എന്തും ചെയ്യാം, രാഷ്ട്രീയത്തിൽ എന്തും ചെയ്യാം, പക്ഷെ ചിലത് എന്തൊക്കെ ചെയ്യരുതെന്ന് കൂടി പഠിക്കണം. എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. പെണ്ണ് വിഷയം പറയാം, പെണ്ണ് വിഷയം ഞങ്ങളിതൊക്കെ കേട്ടുള്ളതാണ്.
ഒരുപാട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് എടുക്കാം. പക്ഷെ ആരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം കൊണ്ടുപോയിട്ട് ഒരു MLA-നെ? പിണറായി വിജയന്റെ കയ്യിലേക്ക്. അല്ലെങ്കിൽ ഇദ്ദേഹം പറയേണ്ടിയിരുന്ന ഒരു ഇയാൾ എന്താ പറയേണ്ടത്? സതീശൻ സർക്കാര് പെട്ടെന്നുണ്ടായ യാദൃശ്യമായിട്ട് ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു, എന്നിട്ട് ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം, നിങ്ങൾ അങ്ങനെ ചാടല്ലേ. സ്വപ്ന സുരേഷ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ചെല്ലാത്തത് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്, ഞാനും വേണമെങ്കിൽ പറയാം. അതല്ലേ പറയേണ്ട ഒരു പ്രതിപക്ഷ നേതാവ്? ഇയാൾ കൈ ചൂണ്ടിയിട്ട് ആക്ഷൻ 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 എന്ന് പറയേണ്ട കാര്യം എന്താ? ഒറ്റ FIR രജിസ്റ്റർ ചെയ്ത് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാന്നല്ല പറയേണ്ടത്. അല്ല അതിന്റെ ചാനല് ശരിയായിട്ട് ഇയാളെ മാത്രം പ്രതിപക്ഷ നേതാവായിട്ട് കണ്ടിട്ടുള്ളൂ നമ്മള്. 96 വയസ്സിൽ മതികെട്ടാമലയിൽ ഓടിക്കേറിയെന്ന് VS അച്യുതാനന്ദനെ കണ്ട നാടല്ലേ ഇത്? അയാളും പ്രതിപക്ഷ നേതാവായിരുന്നല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ആ രീതിയിലിരിക്കുമ്പോ അദ്ദേഹം പുലർത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പാർട്ടി പഠിപ്പിച്ചു കൊടുക്കണം, അത് കോൺഗ്രസ്സുകാർ പഠിപ്പിച്ചു കൊടുക്കണം. സ്വന്തം മോന്റെ പേരില് പരാതി വന്ന് CBI വേണമെന്ന് പറഞ്ഞപ്പോ CBIക്ക് 10 പേജ് കത്തയച്ച ആളാണ് ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവ്. അത് കണ്ടു പഠിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു FIR വരട്ടെ, നിങ്ങൾ പോയിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യൂ, ഞാൻ ആക്ഷൻ എടുപ്പിച്ചോളാം, KPCC എടുക്കണം. ഇയാൾ തന്നെ കോടതി, ഇയാൾ തന്നെ പോലീസ്, ഇയാൾ തന്നെ FIR-ന്റെ ഇയാളുടെ മോളയാണെങ്കിൽ തന്നെ ഇയാൾ ഈ സതീശന്റെ സ്വന്തം മോളെയാണ് ഇയാള് ഉപയോഗിച്ചെങ്കിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ തുണി അഴിക്കാച്ചെങ്കിൽ എന്താണ് ഒരു മുഴുവൻ ഡ്രസ് ഇട്ടിട്ട് കണ്ണ് മാത്രം പുറത്ത് ഇട്ടിട്ട് ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെല്ലാൻ ബുദ്ധിമുട്ട്? അപ്പൊ അതല്ലത് സംഭവം. ഇത് 10,000 കോടി രൂപയുടെ അഴിമതി പണത്തിൽ നിന്ന് പങ്കുപറ്റി. ഇനി ഒരു നഗ്ന സത്യം ഇതാണ്, ഇവിടെ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ചിട്ടൊന്നും ആശുപത്രിയിലേക്ക് വന്നിട്ടില്ല. താങ്കൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആശുപത്രികളിൽ കയറിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് കയറി കഴിഞ്ഞാൽ അറിയാം. പലയിടത്തും ബിൽഡിംഗ് മാത്രമായിട്ടുള്ളൂ. മന്ത്രിസഭ തീരാൻ പോകുന്നു. ഇത് നേരെ തിരിച്ചാണ് വരിക. എങ്ങനെ? UDF മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ കിഫ്ബിയിൽ നിന്നും ചെലവഴിച്ച ആശുപത്രി പണിതത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാശ് രണ്ടാളും മേടിച്ചു, രണ്ടു കൂട്ടരും കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പാർലമെന്ററി സമിതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ പറയും, അത് നിങ്ങൾ കൊണ്ടുവരണ്ട ഞാൻ പറയും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് KPCC മെമ്പർമാരിൽ പലരും കാത്തു നിൽക്കുന്നത്. ഇത് താഴെ വീഴാനാണ്. ഈ KPCC നെഹ്റു കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ KPCC-യിൽ എല്ലാവരും ഒറ്റ ആളും ചേർക്കണ്ട. KPCC അവിടെ നിൽക്കട്ടെ സ്റ്റാൻഡായി. ഇന്നത്തെ മണ്ഡലം പ്രസിഡന്റുമാരെ ചേർക്കരുത്, KPCC മെമ്പർമാരെ, DCC പ്രസിഡന്റുമാരെ, DCC സെക്രട്ടറിമാരെ ആരും ചേർക്കണ്ട. ആകെ മൊത്തം 12,000. മറ്റതൊരു കൈപ്പത്തി ചിഹ്നമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് ഇപ്പൊ ആകെ വിപ്പ് പോലും അവരെന്നെ എടുത്ത് മാറ്റി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റുമ്പോ വിപ്പ് പോയി, ക്യാൻസലായി. അതെങ്കിലും ഇവന് ബോധമുണ്ടോ ഈ സതീശന്? ഒരാളെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോ പാർട്ടി തന്നെ വിപ്പ് എടുത്ത് മാറ്റി. പിന്നെ ഇവര് പ്രത്യേകം എഴുതി കൊടുക്കൊന്നും വേണ്ട, വേറെ ബ്ലോക്കിൽ ഇരുത്തണം, വേറെ തൊഴുത്തി കെട്ടണം എന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലെ കക്കൂസിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും ക്യാൻറ്റീനിൽ ഇരുന്നാലും അയാൾ MLA ആണ്, തെരഞ്ഞെടുക്കപ്പെട്ട MLA അല്ലേ? ഇതെല്ലാവർക്കും അറിയണമല്ലേ? ഇയാൾ വെറുതെ കിടന്ന് ചാടാ, വരരുത്, പോവരുത്, 13 ബില്ലുണ്ട്, 17 ബില്ലുണ്ട്. 17 ബില്ലിൽ ഈ 9.5 കൊല്ലമില്ലാത്ത ബില്ലും തൊട്ടവന് ഈ ബില്ല് വരുമോ? ഇല്ലല്ലോ. ഈ ബില്ല് ഒപ്പിട്ട് പോയ കാര്യമല്ലേ. കിഫ്ബിയിലത്തെ ഫണ്ട് ആശുപത്രിക്ക് ചെലവാക്കിയുള്ളത്. കിഫ്ബി ഫണ്ട് ആശുപത്രിക്ക് എത്ര രൂപ ചെലവാക്കിയെന്ന് ഇവിടുത്തെ പത്രക്കാർ പോയി നോക്കണം. ഇതാണ് പൊതുസമൂഹം പറയേണ്ടത്. ഇവിടുത്തെ പത്രക്കാര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബീജം നിരോധവും കോണ്ടവും അന്വേഷിച്ച് നടക്കല്ല വേണ്ടത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സ്ത്രീയുടെ ആരോപണം ചാനലുകളിൽ ഇന്ന് രാവിലെയും വന്നു, പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ആർക്കും അന്വേഷിക്കണ്ടേ? ഭരണകക്ഷി എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, എല്ലാ വിടക്കുകളും കൂടെ ചേർന്നതാണ് ഭരണകക്ഷി. പ്രതിപക്ഷത്തെ യോഗ്യതയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതിനെ തട്ടിയിടുക എന്നുള്ളതാണ് ചില ആളുകളുടെ തന്ത്രം. അത് വിജയിക്കില്ല. ജനങ്ങൾ കൂടെ ഉണ്ട്, രാഹുലിനോടൊപ്പം ഉണ്ട്, ഒരിക്കലും വിജയിക്കില്ല. അത് മാത്രമല്ല, ആരൊക്കെയാണ് കള്ളന്മാരെന്നുള്ള വിവരം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തന്ത്രങ്ങൾ മെനയുന്ന ആലോചിച്ചും സൂക്ഷിച്ചും ബുദ്ധിശൂന്യന്മാരാരും മലയാളികളായിട്ടില്ല. ആലോചിച്ചും സൂക്ഷിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ഫലവത്താവില്ല.
വേലകളൊന്നും ജനങ്ങളോട് കാണിക്കണ്ട, അതൊക്കെ വെച്ച് മടക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകണം. ഈ അലവലാതി കുറെ കക്ഷികളാണ് ഓരോന്ന് പറഞ്ഞ് ആളുകളെ അനാവശ്യങ്ങള് പറയിപ്പിക്കുന്നത്. അവരെ പെരുമാറ്റവും വർത്തമാനവും നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് അഡ്രസ് ഉണ്ടെന്ന് നോക്കിയോളൂ. അത് മാത്രമല്ല, ഓരോരുത്തരെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക. അത് ഇപ്പൊ മാർക്സ് പാർട്ടിയിലെ ഇലക്ഷൻ വരുമ്പോ പുതിയ തന്ത്രങ്ങളുമായിട്ട് അവർ വരും. അവർ വരണത് പെണ്ണ് കേസിൽ ആരെങ്കിലും ശങ്കരാടി പറയും പോലെ കുടുക്കിയിട്ട് അവർ മോശക്കാരാണെന്ന് സമൂഹ മധ്യത്തിൽ പറയിപ്പിക്കുക, എന്നിട്ട് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക. അവർ 10 വർഷം കൊണ്ട് ഭരിക്കുകയല്ലേ. അവര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറെ പത്രപരസ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പുല്ലുമില്ല. അത് ജനങ്ങൾക്കറിയാം. പിന്നെ കോൺഗ്രസിലെ കള്ളന്മാര് അടുത്ത് ഭരണമാറ്റം വരുമ്പോൾ തട്ടി അകത്തിടണമെന്ന്, ജയിലിടിഞ്ഞാലും പുറത്തു പോകരുത്. മോഷണവും പിടിച്ചുപറിയും കൊള്ളയും സമൂഹത്തിന് മനുഷ്യൻ ഇറങ്ങി നടക്കാൻ വയ്യാത്ത പോലീസും, ഇത് ആളുകളെ വേല വയ്ക്കുന്നത് ജനങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും, അതിന് സംശയമൊന്നും വേണ്ട. ഞാനും എല്ലാ ദിവസവും രാഹുലിൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ കുറ്റക്കാരൻ എന്നുള്ളത് തെളിയിക്കപ്പെടുന്നോടം വരെ എൻ്റെ മനസ്സ്, ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, വളരെ സിൻസിയറായിട്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം വരുന്നു. കാരണം ഞാൻ ഈ പൊളിറ്റിക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഞാൻ ഒരു വ്യക്തിപരമായ രാഷ്ട്രീയത്തിലും ഉള്ള ആളല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നല്ലൊരു നിലനിൽപ്പിനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല, സതീശൻ, ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തെ ഇതാരും പറയുന്നത് കേട്ടിട്ടല്ലോ കേട്ടോ, എൻ്റെ മനസാക്ഷിയിൽ നിന്ന് ഞാൻ പറയുന്ന അവരുടെ രണ്ടുപേരുടെയും നടപ്പും അവരുടെ ഈ രാഷ്ട്രീയത്തിലുള്ളവരുടെ ഒരു കളിയും നമുക്ക് പുതിയൊരു കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് ഒട്ടും ചേർന്നതല്ല. ശരിക്കും ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ പ്രതീക്ഷയോടെ ഒരു പൊളിറ്റിക്സിൻ്റെ പേരിലും മാത്രമല്ല, പേരിലേ അല്ലാതെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് വളരെ ചേർന്ന രണ്ട് വ്യക്തിത്വങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില ചാറ്റിങ്ങും ഒക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം എത്ര അന്തസ്സോടെയാണ് പിന്നെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഒരു തരത്തിലും ന്യായീകരിക്കാനോ ഒന്നിനും നിൽക്കാത്ത, അതൊരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പദവിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആരോപിക്കപ്പെട്ടപ്പോൾ ന്യായീകരിക്കാതെ നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് സോ ഹൈ ലെവലാണ് അദ്ദേഹത്തിന്. അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ പിന്നെ ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ സന്തോഷിച്ചു ഒത്തിരി. സുനിലിൻ്റെ ഞാൻ ഓടിച്ചിട്ടാണെങ്കിലും നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നിഷ്പക്ഷതയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹം തെറ്റുകാരനല്ല, അത് കോടതിയാണ് വിധിക്കേണ്ടത്. അതായത് അവർ കോടതി വഴി പോകുന്നുണ്ടല്ലോ ഗവൺമെൻറ്. അപ്പോൾ പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് വേണ്ടി സംസാരിക്കാൻ കാണിച്ച ആ ഒരു ഔചിത്യം മാത്രമല്ല, മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് വിമർശിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ കൺഗ്രാജുലേഷൻസ്. രാഹുലിനെ പറയാൻ എപ്പോഴെങ്കിലും ഒരു വോയിസ് കിട്ടിയാൽ എൻ്റെയും കൂടെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കുക, ഒരു ചാൻസ് കിട്ടിയാൽ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓൾസോ ഷാഫിക്കും. സോ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആണ് ഇവർ രണ്ടും. പ്രതീക്ഷയോടെ ജനസമൂഹം നോക്കിക്കാണുന്ന പൊളിറ്റിക്സിന് അപ്പുറം കേട്ടോ. എന്തായാലും എല്ലാ വിജയങ്ങളും നേരുന്നു. സുനിൽ വിജയിച്ചോണ്ടാണ് ഇരിക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട്. പ്ലസ് ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും ബഹുമാനിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.